ISROയുടെ നാവിഗേഷൻ ഉപഗ്രഹം പ്രതിസന്ധിയിൽ. വിക്ഷേപണ ശേഷം ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്താൻ കഴിഞ്ഞില്ല. പ്രസാദ് കാളിദാസൻ ചേരുന്നു. ISROയുടെ നാവിഗേഷൻ ഉപഗ്രഹം പ്രതിസന്ധിയിൽ എന്ന് പറയുമ്പോൾ, വിക്ഷേപണത്തിന് ശേഷം ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താണ് പറ്റിയതെന്നും എന്താണ് സാങ്കേതിക തകരാറെന്നും പറയുന്നതിന് മുൻപ് പ്രേക്ഷകർക്ക് എന്താണ് ISROയുടെ ഈ നാവിഗേഷൻ ഉപഗ്രഹം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തുടങ്ങിയാൽ നന്നായിരിക്കും. പ്രസാദ് കാളിദാസൻ. തീർച്ചയായും MS, ഇന്ത്യയുടെ പ്രതീക്ഷയായിട്ടുള്ള, ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ഒരു ദൗത്യത്തിന്റെ ഭാഗമായ ഒരു ഉപഗ്രഹത്തിനാണ് ഇപ്പോൾ സാങ്കേതിക തകരാർ നേരിട്ടിരിക്കുന്നത്. ഈ ഒരു ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഗതി നിർണയത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗതി നിർണയത്തിനായി ഒരുക്കുന്ന ഒരു പുതിയ സംവിധാനത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ സാങ്കേതിക തകരാറിൽ പെട്ടിരിക്കുന്ന ഈ ഒരു ഉപഗ്രഹം എന്ന് പറയുന്നത്. NVS-02 എന്ന ഉപഗ്രഹത്തിനാണ് ഇപ്പോൾ സാങ്കേതിക തകരാറുള്ളത്. ഇന്ത്യയുടെ നാവിക് എന്ന പദ്ധതിയുടെ ഭാഗമായി ഒരു ഉപഗ്രഹ ശൃംഖല തന്നെ സൃഷ്ടിക്കേണ്ടതുണ്ട്. ആ ഒരു ദൗത്യം പൂർണ്ണമായി വിജയകരമാകണമെങ്കിൽ, അതുകൊണ്ട് തന്നെ ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണമാണ് കഴിഞ്ഞ മാസം ജനുവരി 29 രാവിലെ നടന്നത്. ആ ഉപഗ്രഹമാണ് NVS-02 എന്ന ഉപഗ്രഹം എന്ന് പറയുന്നത്. അതിനെ മുന്നോടിയായി ഇതിനെ സംബന്ധിച്ച് നിരവധി ഉപഗ്രഹങ്ങൾ നേരത്തെ വിട്ടിരുന്നു. IRNS സീരീസിൽ പെടുന്ന നാവിക് പദ്ധതിയുടെ നിരവധി ഉപഗ്രഹങ്ങൾ നേരത്തെ വിട്ടിരുന്നു. എന്നാൽ അത് പിന്നീട് കാലാവധി തീരുകയും അതിനുശേഷം NVS എന്ന പുതിയ സീരീസ് ആരംഭിക്കുകയും അതിലെ NVS-01 എന്ന ഉപഗ്രഹം നേരത്തെ തന്നെ നമ്മൾ വിക്ഷേപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പുതിയ ഉപഗ്രഹത്തെ കൂടി അതിനോട് കൂടി സംയോജിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ജനുവരി 29 നടന്നത്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ, മുൻപത്തെ ഉണ്ടായിരുന്ന IRNS ഉപഗ്രഹങ്ങളെ മാറ്റി സ്ഥാപിച്ച് ഈ NVS സീരീസിലുള്ള ഉപഗ്രഹങ്ങൾ എത്തിച്ച് കൂടുതൽ മോടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഭംഗിയാക്കുക, അല്ലെങ്കിൽ കൂടുതൽ മികച്ച രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം സാധ്യമാക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇന്ത്യ പ്രധാനമായും ഈ നാവിക് പദ്ധതിയെ സംബന്ധിച്ച് ഇന്ത്യ നിശ്ചയിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ജനുവരി 29 NVS-02 ഉപഗ്രഹം വിക്ഷേപിച്ചത്. ആ ഒരു വിക്ഷേപണം 100% വിജയകരമായിരുന്നു. കൃത്യമായി ISRO പദ്ധതിയിട്ട പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇതിനെ ആദ്യമായി സ്ഥാപിക്കുന്നത് എവിടെയോ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന ഒരു ഭ്രമണപഥത്തിലാണ് ഈ ഒരു ഉപഗ്രഹത്തെ GSLV F-15 പേടകം കൊണ്ട് സ്ഥാപിക്കേണ്ടിയിരുന്നത്. അത് കൃത്യമായി തന്നെ അന്ന് നടന്നിരുന്നു വിക്ഷേപണം. അതുകൊണ്ട് തന്നെയാണ് 100% വിജയകരമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടും തീരുന്നില്ല ഈ ഒരു ദൗത്യം. കാരണം ഓരോ ഉപഗ്രഹങ്ങൾക്കും അതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഏറെ മാസം നീണ്ട ശ്രമകരമായ ദൗത്യങ്ങൾ ഇതിന് പിന്നിലുമുണ്ട്. ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സാങ്കേതിക തകരാർ നേരിട്ടിരിക്കുന്നത്. കൃത്യമായി സൂചിപ്പിക്കുകയാണെങ്കിൽ, ആദ്യഘട്ടത്തിൽ വിക്ഷേപണത്തിന് ശേഷം ഈ ഒരു GSLV F-15 പേടകം NVS-02 ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന ഭ്രമണപഥത്തിലാണ് സ്ഥാപിച്ചിരുന്നത്. ഇത് പിന്നീട് ഈ സാറ്റലൈറ്റ്, ഈ ഉപഗ്രഹം തന്നെ അതിൻ്റെ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് തന്നെ ഭ്രമണപഥം ഉയർത്തുന്ന ഒരു നടപടി കൂടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു പദ്ധതി കൂടി കൃത്യമായി ISRO അധികൃതർ പദ്ധതി ഇട്ടിരുന്നു. എന്നാൽ ഈ ഒരു ഭ്രമണപഥം ഉയർത്തൽ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന് നേരിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു NVS-02 എന്ന ഉപഗ്രഹത്തിന് നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ സാങ്കേതിക തകരാർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടന്നത് എന്നുകൂടി നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. കാരണം ഈ ത്രസ്റ്ററുകൾ ഒരു ഉപഗ്രഹം മറ്റൊരു ഭ്രമണപഥത്തിലേക്ക് ഉയർത്തണമെങ്കിൽ ശൂന്യാകാശം പോലെയുള്ള ഒരു സ്ഥലത്ത് ശൂന്യതയിൽ കൂടുതൽ ഫോഴ്സ് കൊടുത്താലേ, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു ആനുപാതിക ബലം കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു നീക്കം സാധ്യമാവുകയുള്ളൂ. ബഹിരാകാശ നടത്തമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ബഹിരാകാശത്ത് വെറുതെ നിൽക്കുകയാണെങ്കിൽ ശൂന്യതയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിൽക്കാം. എന്നാൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ കൂടുതൽ മുമ്പോട്ട് പോകും. അതേപോലെ തന്നെ ആ ഫോഴ്സ് അങ്ങനെ പാലിച്ച് തന്നെ ശൂന്യതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഗുരുത്വാകർഷണമുള്ള ഒരു സ്ഥലവും ഗുരുത്വാകർഷണം ഇല്ലാത്ത ഒരു സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം. അത്തരത്തിൽ ഗുരുത്വാകർഷണം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഉപഗ്രഹം ഒന്ന് മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് സ്വയം മാറണമെങ്കിൽ കൃത്യമായ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച്, ത്രസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾക്കതിൽ ഫ്യൂവലും അല്ലെങ്കിൽ ഇന്ധനവും അതിന് വേണ്ട ഓക്സിഡൈസറും കൊടുത്ത് തമ്മിൽ അവിടെ ഒരു സ്ഫോടനം, ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു രീതിയിൽ സ്ഫോടനം ഉണ്ടാക്കി ഇന്ധനം പ്രവർത്തിപ്പിച്ച് അത് കൃത്യമായി ആ ഇന്ധനം വഴി പുറത്തേക്ക് വിടുന്ന ആ ഒരു പ്രഷർ മൂലമാണ് ഈ ഒരു
ഭ്രമണപഥം മാറ്റി സ്ഥാപിക്കുന്ന ഒരു പരിപാടി പൂർണ്ണമായും പുരോഗമിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലാണ് ഭ്രമണപഥം മാറ്റാൻ സാധിക്കുക. എന്നാൽ ഈ ത്രസ്റ്ററിന്റെ വാൽവുകൾക്ക് ഏറ്റ ഒരു ചെറിയ തകരാറാണ് ഇപ്പോൾ ഈ ഭ്രമണപഥം മാറ്റുന്ന ആ ഒരു നടപടിയിലേക്ക് കടക്കാൻ NVS-02 സാധിക്കാതെ വന്നത് എന്നുകൂടി പറയാം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാങ്കേതിക തകരാർ നേരിട്ടത് എന്നുള്ളത് ISROയിലെ എല്ലാ ജീവനക്കാരും എല്ലാ അധികൃതരും ചെയർമാനായിട്ടുള്ള V നാരായണൻ അടക്കം ഏറെ ആകാംക്ഷയോടെ നോക്കുകയാണ്. കാരണം ഇപ്പോഴും അത് വ്യക്തമായിട്ടില്ല എന്തുകൊണ്ട് ഇത് മാറ്റാൻ സാധിക്കുന്നില്ല എന്ന കാര്യം. എന്തായാലും ഈ ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിന്നും ജിയോ സിൻക്രണസ് ഓർബിറ്റിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകൂ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ജിയോ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഭൂസ്ഥിര ഭ്രമണപഥം എന്നുകൂടി നമുക്ക് പറയാം. ഇപ്പോൾ ആ ഒരു ഉപഗ്രഹം നിൽക്കുന്നത് ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിലാണ്. കൃത്യമായി പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് 170 കിലോമീറ്ററും ഭൂമിയിൽ നിന്ന് ഏറ്റവും അകന്ന് 37,000 കിലോമീറ്ററും എന്നുള്ള ഒരു കണക്കിൽ അത്തരത്തിലൊരു ഭ്രമണപഥത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഭൂമിയെ ചുറ്റിനും അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റുന്ന ചന്ദ്രനടക്കമുള്ള ഒരു നക്ഷത്ര സമൂഹം അല്ലെങ്കിൽ ഇതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളെല്ലാം തന്നെ കൃത്യമായൊരു വ്യാസം, ഒരേപോലത്തെ ഒരു വ്യാസം കേന്ദ്രീകരിച്ചല്ല എപ്പോഴും ചുറ്റുന്നത്. അതിന് ഏറ്റവും അടുത്ത ദൂരവും ഉണ്ടാവും, ഏറ്റവും അകന്ന ദൂരവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് വർഷത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ദൈർഘ്യം കുറഞ്ഞ പകലും ഭൂമിയിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെ എല്ലാ സാറ്റലൈറ്റുകളും എല്ലാ ഉപഗ്രഹങ്ങളും പാലിച്ചു പോകാറുണ്ട്. ഈ ഒരു ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിന്നും ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ജിയോ സിൻക്രണസ് ഓർബിറ്റിലേക്ക് ഉയർത്താൻ സാധിക്കാത്തതാണ് ഇപ്പോൾ നിലവിൽ നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ സാങ്കേതിക തകരാർ എന്ന് പറയുന്നത്. ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇത് പ്രവർത്തന സജ്ജമാകില്ല, ഇതിപ്പോൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ വിട്ടിരുന്ന IRNS ഉപഗ്രഹങ്ങളെ മാറ്റി സ്ഥാപിക്കുക, ഇപ്പോൾ ജിയോ സിൻക്രണസ് ഓർബിറ്റിലുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിലുള്ള IRNS ഉപഗ്രഹങ്ങളെ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളൊരു കടമ കൂടി ഈ ഒരു NVS-02 ജിയോ ട്രാൻസ്ഫർ ഓർബിറ്റിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഒരു കർത്തവ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിലേക്ക് ആ ഒരു നടപടിയിലേക്ക് കടക്കാൻ ഈ ഒരു ഉപഗ്രഹത്തിന് സാധിക്കില്ല എന്നുള്ളതും കൂടിയുണ്ട്. നിലവിൽ സാങ്കേതിക തകരാർ പഠിച്ചു വരികയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സാങ്കേതിക തകരാർ നീക്കി ഇത് കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അധികൃതർ. അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായ സമയപരിധികളുണ്ട്. ഈ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ ഈ ഒരു സാങ്കേതിക തകരാർ പരിഹരിച്ച് അതിലെ ഇന്ധനം കൂടുതൽ വേസ്റ്റായി പോകാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുള്ള നടപടി എത്രയും വേഗം സ്വീകരിച്ച് സാങ്കേതിക തകരാർ പരിഹരിച്ച് ആ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ നാവിക് പദ്ധതിയിൽ കൂടുതൽ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കൂ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. MS ശരി, ISROയുടെ നാവിഗേഷൻ ഉപഗ്രഹം പ്രതിസന്ധിയിലായിരിക്കുന്നു. വിക്ഷേപണ ശേഷം ഉപഗ്രഹത്തിന്റെ ഭ്രമണപഥം ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു പ്രസാദ് കാളിദാസൻ. ഇടവേള കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തും.